ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കോഴി വിശേഷമാണ് കാണാൻ പോകുന്നത്. അപ്പം ഇതിൽ ഒരുപാട് ടിപ്സ് പറയുന്നുണ്ട്. ആരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ മറക്കല്ലേ. മുട്ടകൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ കൂടുതലും കോഴികളെ വളർത്താറ്. പല സൈസിലുള്ള മുട്ട ഇടുന്ന കോഴികൾ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കും. ചില കോഴികളാണെങ്കിൽ വലുതാണെങ്കിലും അത് ഇടുന്ന മുട്ടയുടെ സൈസ് ചെറുതായിരിക്കും. ചില കോഴികൾ ചെറിയ കോഴിയാണെങ്കിലും ഇടുന്ന മുട്ട വലുതായിരിക്കും. അങ്ങനെ കോഴിയുടെ മുട്ടയിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. കോഴികൾ ഇടുന്ന മുട്ട പെട്ടെന്ന് പൊട്ടിപ്പോവാതിരിക്കാനും ആ ഒരു സൈസിൽ ഇത്തിരി കൂടെ വലിയ സൈസ് ആവാൻ കൂടിയാണ് നമ്മൾ ഈ ഒരു ടിപ്സ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ വീട്ടിലും ഇതുപോലെ തന്നെ മിച്ചം വന്നിട്ടുള്ള മുട്ടയുടെ തോട് നമ്മളിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വെയിലത്തോട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഡെയിലി നമ്മൾ ഉണക്കിക്കൊണ്ടിരിക്കണം. ഇത് 3-ാമത്തെ ദിവസം ഉണക്കലാണ്. വീട്ടാവശ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ച മുട്ടയുടെ തോടുകളാണിതെല്ലാം. ഒരു ദിവസത്തെ ഉണക്കലൊക്കെ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ഈർപ്പമൊക്കെ മാറി വരും. മുട്ടത്തോടുകൾ കോഴികൾക്കിടാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെയൊക്കെ പൊടിച്ച് മിക്സിയിലാക്കി ഒന്നെടുക്കുവാണ്. മുട്ടത്തോട് നമ്മൾ നല്ലതുപോലെ പൊടിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ അവരിടുന്ന മുട്ട അവർ തന്നെ കൊത്തി കുടിക്കാൻ ഒരു ടെൻഡൻസി തോന്നും. അങ്ങനെ നമ്മൾ 2-ാമത്തെ സ്റ്റേജും മുട്ടയൊക്കെ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഈ ഒരു മുട്ടയുടെ തോട് നമ്മൾ മിക്സ് ചെയ്യുന്നത് അരവേവായിട്ടുള്ളൊരു ചോറിൻ്റെ കൂടെയാണ്. ഈ ഒരു റെസിപ്പി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല. മുട്ടയിടുന്ന കോഴികൾക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഒരു ചോറിലോട്ട് ആ ഒരു പൊടിച്ച് വച്ചിരിക്കുന്ന ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എല്ലാ ഷോപ്പിലും വാങ്ങാൻ കിട്ടുന്ന ഒരു മുട്ട തീറ്റയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൊടുക്കുന്ന വലിയ കോഴിത്തീറ്റയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന മുട്ടത്തോടും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. അതിനുശേഷം നമ്മൾ ഒരു കൈപ്പിടി ഓളം എടുത്തിട്ടുള്ള ഒരു പുണ്ണാക്കും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ പുണ്ണാക്ക് എടുക്കുന്നുള്ളൂ. അതിനുശേഷം നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്യുവാണ്. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നല്ലതുപോലെ മിക്സ് ആക്കാൻ. ഇപ്പോൾ ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴികൾക്കൊക്കെ സെപ്പറേറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അവരൊക്കെ കഴിക്കുന്നുണ്ട്. ഈ ഒരു മിക്സ് പൂവൻ കോഴി കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കും കൊടുക്കാം. ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാത്തത് എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ അവർക്ക് തികയത്തില്ല. അതുകൊണ്ടാണ്. കൂടാതെ കൊത്തുകൂടാനും ചാൻസ് ഉണ്ട്. അടുത്ത് നമ്മൾ ഫുഡ് തയ്യാറാക്കിയത് കുഞ്ഞു കുഞ്ഞുങ്ങൾക്കാണ്. ഇതിൽ തീറ്റയും പിണ്ണാക്കും ചോറും കൂടെയാണ് നമ്മൾ മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളിലുള്ള 3 കോഴിക്കുഞ്ഞുങ്ങൾ അമ്മാമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2 കോഴിക്കുഞ്ഞുങ്ങളും പിന്നെ 2ാമത് അട വെച്ച 3 കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായിരുന്നത്. ടോട്ടൽ 5 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇത് മുട്ടയെന്ന് അട വെച്ചത് മുതൽ വിരിഞ്ഞത് വരെയുള്ള കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാൻ മറക്കല്ലേ. കൂടാതെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള ടിപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറേ ആൾക്കാർ കോഴി വളർത്താനൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഞാൻ ഇടുന്നത് കൂടുതലും. ആയിരുന്നു അവർക്ക് കൊടുത്ത ഉച്ചയ്ക്കത്തെ ആഹാരം. പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോൾ നമ്മൾ അവർക്ക് അരി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വന്ന് കഴിച്ചു. നമ്മൾ അപ്പുറത്തെ പറമ്പിലോട്ട് നോക്കിയപ്പം 2 മയിലുകൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് പൊതുവേ മുമ്പൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് വന്നത്. പിന്നെ അവർക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരും കഴിച്ചു. ഇത് പെൺമയിലുകളാണ് 2 വന്നത്. സ്വാഭാവികമായിട്ടും ഒരു ആൺമയിലും കൂടെ വരുമായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.